നമ്മൾ കേൾക്കാൻ പോകുന്നത് ബ്ലഡ് എന്ന കൊറിയൻ ഡ്രാമയുടെ 13ാമത്തെ എപ്പിസോഡാണ്. വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഹീറോയിൻ മുറുമുറുത്ത് കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഹീറോയിന്റെ കാറിന്റെ മുമ്പിൽ എന്തോ ഒരു ജീവി എടുത്ത് ചാടുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയാണ്. ഹീറോ അവള് പിണങ്ങിപ്പോയെന്ന് മനസ്സിലാക്കിയിട്ട് അവളുടെ കാറിനെ കുറുകിട്ട് പിടിച്ചാണ്. അവൻ വാമ്പയർ ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ ഓടാൻ പറ്റുമല്ലോ, അങ്ങനെ പിടിച്ചതാണ്. ഹീറോനെ കണ്ട ഉടനെ ഹീറോയിൻ വിൻഡോ തുറക്കും. അവനോട് ചോദിക്കും എന്താ കാര്യം, റോഡിന്റെ നടുക്കുന്ന് മാറടാന്ന്. എന്നാൽ ഹീറോ അവളുടെ അടുത്തോട്ട് വന്നിട്ട് പറയും, നിനക്ക് 100 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ആദ്യത്തെ സംശയം ഞാൻ പറയട്ടെ എന്താന്ന്. നമ്മളെ പോലുള്ള വാമ്പേഴ്സ് വവ്വാലുകളായി മാറുമെന്ന്, അതായത് ബാറ്റില്ലേ അതുപോലെ ആയി മാറുമെന്ന്. പക്ഷേ ഹീറോ അങ്ങനെയൊന്നും ആവത്തില്ല. നീ എന്താ ഞങ്ങളെ കളിയാക്കുന്നതാണോ? ഞങ്ങളെ പോലുള്ള വാമ്പയർ വവ്വാലായിട്ട് മാറുമെന്ന്. ഞങ്ങൾ ട്രാൻസ്ഫോമേഴ്സ് അല്ല, വാമ്പയർ ആണെന്ന് പറഞ്ഞ് ഹീറോ ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകും. ഹീറോ ഇനിയും ചിരി വരും, കാരണം അവൾ ഇത് അവനോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്, അവൻ വവ്വാലായിട്ട് മാറുമെന്ന്. എന്നാൽ വവ്വാലായിട്ട് മാറത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൾ അതും ആലോചിച്ച് അവിടെ നിന്ന് ചിരിക്കും. ഹീറോ അവളുടെ മൈൻഡ് റീഡ് ചെയ്തതുപോലാണ് അവൾക്ക് തോന്നിയത്. ഇതിനുശേഷം ഹീറോ വീട്ടിൽ പോവും. കൂട്ടുകാരൻ ഹീറോനോട് അവന്റെ സംശയങ്ങൾ പറയാണ്. അതായത് വില്ലൻ കുറച്ച് ആൾക്കാരെ കൊന്നിട്ടുണ്ടല്ലോ, ഓരോ ആൾക്കാരെ മരുന്ന് കൊടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ വില്ലനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് കൂട്ടുകാരൻ ഹീറോനോട് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിൻ ആന്റീനെ വന്ന് കാണുന്നുണ്ട്, അതായത് മാനേജറിനെ. മാനേജർ മീഡിയനെയൊക്കെ കണ്ടിട്ട് ഈ ഹോസ്പിറ്റലിനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതാന്ന് വിചാരിച്ചതല്ലേ, എന്നാൽ അങ്ങനെ എഴുതുവാണെങ്കിൽ അത് ഹോസ്പിറ്റലിനെ കൂടെ ബാധിക്കും. വില്ലനെതിരെ ആർട്ടിക്കിൾ എഴുതുവാണെങ്കിൽ പിന്നെ ആൾക്കാർ എന്ത് വിശ്വസിച്ചിട്ട് ഈ ഹോസ്പിറ്റലിലോട്ട് വരും. ഇപ്പോഴാണ് മാനേജറിന് ആ കാര്യം മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഹീറോയിനോട് ക്ഷമ പറയും. ഹീറോയിനോട് അവകാശപ്പെട്ട ഹോസ്പിറ്റലാണ്, പക്ഷേ ഹീറോയിൻ സാരമില്ലെന്ന് പറയും. മാനേജറിന്റെ സ്ഥാനത്ത് ഹീറോയിൻ ആയിരുന്നാലും ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. അതുമല്ല, ഇവർക്ക് ഡൗട്ട് ഉണ്ട് ആ വാർഡിൽ എന്താണ് നടക്കുന്നതെന്ന്. അവിടെ ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അത് ചുമ്മാതല്ല, എന്തൊക്കെയോ ദാരുണമായിട്ട് എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഈ നേരം ഹീറോ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അവനെ കാണാനായിട്ട് താടിക്കാരനും വന്നിട്ടുണ്ട്. താടിക്കാരൻ ഹീറോയിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു, അത് വേറൊന്നുമല്ല, അത് ഈ താടിക്കാരന്റെ അച്ഛന്റെ ജേണലായിരുന്നു. ഹീറോ താടിക്കാരന്റെ അച്ഛന്റെ ജേണല് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് ഇയാൾ ദേഷ്യപ്പെട്ടു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഹീറോനെ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ അത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് നല്ല രീതിയിൽ നോക്കണം, വില്ലന്മാരിലൊന്നും കിട്ടാതെ ഇത്രയും നാള് അയാളെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഹീറോനോട് പറയും. അത്രയും അത് ട്രഷറാണ്, അത്രയും വേണ്ടപ്പെട്ട ഒരു സാധനമാണ്. അച്ഛൻ മരിക്കണേ മുമ്പ് താടിക്കാരന്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചതാണിത്. ആ മരണത്തിന്റെ ദിവസം ഈ അച്ഛനാണെങ്കിൽ ആകെ വെള്ളം നനഞ്ഞ്, മഴ നനഞ്ഞിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടാണ് വന്നത്. ഇനിയിപ്പോ മഴ നനഞ്ഞതാണോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വെള്ളം ദേഹത്തായതാണെന്നൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നനഞ്ഞു പോയിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ വെള്ളം വീണിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇപ്പൊ ഹീറോനെ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ താടിക്കാരൻ ആ ബുക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. കട്ട് ചെയ്താൽ ജൂനിയർ പെൺകുട്ടി ആ വാർഡിൽ വർക്ക് ചെയ്യാണ്. അതായത് ജൂനിയർ പെൺകുട്ടി ആ പ്രത്യേകതരം വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ അഹങ്കാരം പിടിച്ച പെൺകുട്ടിയും ആ വാർഡിൽ തന്നെയാണ് അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ആ പെൺകുട്ടീനെ ശുശ്രൂഷിക്കുകയാണ് ജൂനിയർ പെൺകുട്ടിയെ. ആ സമയം അങ്ങോട്ട് കളർ മൂടി കൂടെ വരും. പുതിയതായിട്ടൊരു പെൺകുട്ടി വന്നില്ലായിരുന്നു, ഇത്തിരി ബുദ്ധി കുറവുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് എന്തോ ഒരു ഇഞ്ചക്ഷൻ വെക്കുകയാണ്. അതുമല്ല, ആ പെൺകുട്ടിക്ക് ഈ കളർ മുടി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് മുടിയിൽ തൊടാൻ വരുമ്പോൾ അവർ ഭയങ്കര ഒരു മനുഷ്യത്വം ഇല്ലാതെ തട്ടി മാറ്റും ആ പെൺകുട്ടിയുടെ കൈയെ. ആ പെൺകുട്ടിക്ക് ഒരുപാട് വേദനിച്ചു കൈ തട്ടി മാറ്റിയപ്പോ. എന്തായാലും ജൂനിയർ പെൺകുട്ടി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ നേരം ഹീറോയിൻ വില്ലനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. വില്ലനെ വന്ന് വെല്ലുവിളിക്കാണ്. അവള് ചിരിച്ചോണ്ടാണ് വെല്ലുവിളിക്കുന്നത്. വില്ലൻ ഇതെല്ലാം ചിരിച്ചുകൊണ്ട് കേട്ടിരിപ്പുണ്ട്. അതായത് വില്ലൻ ഈ ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ഹീറോയിൻ അറിയാം. അതിനി അയാൾ എത്ര കുഴിച്ചുമൂടാൻ നോക്കിയാലും ഹീറോയിൻ കണ്ടെത്തും, അതിനെതിരെ പണി കൊടുക്കും. ഇനിയിപ്പോ മാനേജർ സത്യങ്ങൾ വിളിച്ചു പറയാൻ നോക്കിയപ്പോ ഇയാൾ അതിനെ പ്രതിരോധിച്ചില്ലേ, അതുകൊണ്ട് തന്നെ മാനേജറിന് പകരം ഹീറോയിൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്ന അവന് പറഞ്ഞ് മിരട്ടുന്നുണ്ട്. എന്നാല് വില്ലൻ ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് എനിക്കൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. രാത്രിയാവുന്ന സമയത്ത് ഹീറോ വീട്ടിൽ പോവാതെ താടിക്കാരൻ കൊടുത്ത ജേർണലിരുന്ന് വായിക്കുന്നുണ്ട്. അത് വായിച്ചിട്ട് ആ വൈറസിനെ കുറിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഇതേ നേരം മാനേജർ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഫോണിലോട്ട് ജൂനിയർ പെൺകുട്ടി വിളിക്കും. ജൂനിയർ പെൺകുട്ടിയുടെ മനസ്സ് മാറിയിട്ടുണ്ട്, കാരണം നേരത്തെ ആ വയ്യാത്ത പെൺകുട്ടീനെ കളർ മുടി ഉപദ്രവിക്കുന്നത് കണ്ടില്ലേ, അതുകൊണ്ട് തന്നെ മനസ്സ് മാറിയിട്ടാണ് ഇപ്പൊ മാനേജറിനെ വിളിക്കുന്നത്. മാനേജറിനെയൊക്കെ ബ്ലഡ് സാമ്പിൾ എടുക്കാനായിട്ട് സഹായിക്കാന്ന് പറഞ്ഞിട്ടേ. അതുമല്ല, മാനേജർ പ്രത്യേകം പറയുന്നുണ്ട് ഈ കാര്യം ഹീറോ അറിയാൻ പാടില്ല, ഹീറോ അറിയുകയാണെങ്കിൽ അവ സമ്മതിക്കത്തില്ല, ജൂനിയർ പെൺകുട്ടിക്ക് പ്രശ്നമാകത്തില്ല, അതുകൊണ്ട് തന്നെ ഹീറോ സമ്മതിക്കത്തില്ല, ഹീറോ അറിയാതെ വേണം ഈ സാമ്പിൾ എടുക്കാനെന്ന് മാനേജർ പ്രത്യേകം പറയുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്തിട്ട് മാനേജർ നേരെ ചെന്ന് കാണുന്നത് താടിക്കാരനെയാണ്. താടിക്കാരനോട് കാര്യം പറയും, അതായത് ബ്ലഡ് സാമ്പിളുമായിട്ട് ആ പെൺകുട്ടി വരും, ആ സമയം നമുക്ക് ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് കണ്ടുപിടിക്കാന്ന്. ഇതിനുശേഷം കൂട്ടുകാരി നേരെ ആ വാർഡിൽ ചെല്ലുകയാണ്. സെക്യൂരിറ്റിയുടെ മുമ്പിൽ ഒന്നും അറിയാത്ത രീതിയിൽ അഭിനയിക്കുന്നുണ്ട്, പക്ഷെ ചെറിയൊരു പേടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ നേഴ്സ് ഒരു രോഗീനെ ചികിത്സിക്കാനായിട്ട് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാണ്. ആ സമയം ഞാൻ ചികിത്സിക്കാന്ന് പറഞ്ഞിട്ട് ജൂനിയർ പെൺകുട്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അയാളെ ചികിത്സിക്കാനായിട്ട് പോവാണ്. അവിടെ തന്നെ സെക്യൂരിറ്റി ക്യാമറ ഒക്കെ ഉണ്ടല്ലോ, ആരും അറിയാതെ പതിയെ അയാളുടെ കയ്യിൽ നിന്ന് ബ്ലഡ് ഊറ്റിയെടുത്തിട്ട് കട്ടിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. ക്യാമറയോ നോക്കുന്ന ആൾക്കാർ കാണാതിരിക്കാനായിട്ട്. എന്തായാലും ബ്ലഡ് സാമ്പിളൊക്കെ എവിടെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട്
പതിയെ പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സെക്യൂരിറ്റിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അവളുടെ ദേഹത്തൊക്കെ പിടിച്ചിട്ട്. എന്നാൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവള് നൈസിന് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇവരെ പറ്റിച്ചിട്ട് ബ്ലഡ് എടുത്തോന്ന് അറിയാൻ പാടില്ല. എന്തായാലും അവളുടെ മുഖത്ത് ആ പേടിയുണ്ട്. അതിനർത്ഥം അവൾ ആ ബ്ലഡ് എടുത്തിട്ടുണ്ടെന്നാണ്. അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് ഒരു സ്ഥലത്ത് മാറി നിൽക്കും. അവളുടെ ബ്ലഡ് സാമ്പിൾ എവിടെ ഒളിപ്പിച്ചു വെച്ചതെന്ന് അറിയാമോ? അവളുടെ മുടിയുടെ ഇടയ്ക്കാണ്. അവിടെ ആരും പിടിച്ചു നോക്കിയിട്ടില്ല. നൈസിന് അവള് പുറത്തെടുക്കുന്നുണ്ട്. ഇതിനുശേഷം ബ്ലഡ് സാമ്പിളും എടുത്തിട്ട് അവള് മാനേജർ പറഞ്ഞനുസരിച്ച് താടിക്കാരന്റെ റൂമിലോട്ട് ഓടി ചെല്ലുകയാണ്. പിന്നാലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ടുണ്ട്. അവൾ ഈ ബ്ലഡ് സാമ്പിൾ എടുത്ത കാര്യം അവർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവളെ പിടിക്കാനായിട്ട് പിന്നാലെ ഓടി വരുന്നതാണ്. ഈ പെൺകുട്ടി ഓടി താടിക്കാരന്റെ റൂമിന്റെ അവിടെ എത്തുമ്പോഴേക്കും സെക്യൂരിറ്റി ഗാർഡ്സ് പിടിച്ചു കഴിഞ്ഞു. ഇത് കാണുന്ന താടിക്കാരൻ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങി വരും. ആ പെൺകുട്ടിയെ വെറുതെ വിടാനായിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവർ കുറെ ആൾക്കാരുണ്ട്. താടിക്കാരൻ ഡോക്ടറിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അയാളെ പിടിച്ചു വെക്കുകയാണ് ബാക്കി 2 സെക്യൂരിറ്റി ഗാർഡ്സ്. വേറെ കുറെ സെക്യൂരിറ്റി ഗാർഡ്സും ഉണ്ട്. ആ പെൺകുട്ടീനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകുന്നുണ്ട്. പിന്നീട് എന്താ ഈ വിവരം വില്ലനും ബാക്കിയുള്ള എല്ലാവരും അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണ്. ഹീറോ, ഹീറോയിൻ, താടിക്കാരൻ, അതുപോലെ തന്നെ മാനേജർ, ഈ പെൺകുട്ടി, അങ്ങനെ കുറച്ച് ആൾക്കാർ. പിന്നെ നമ്മുടെ കൂട്ടുകാരിയുണ്ട്. കൂട്ടുകാരിക്ക് ഇതിൽ പങ്കുള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. ജൂനിയർ പെൺകുട്ടി തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അവളെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടാൻ പോവാണ്. പെട്ടെന്ന് തന്നെ താടിക്കാരൻ ഡോക്ടർ കൈപൊക്കിയിട്ട് പറയും, ഞാനാണ് അവളോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞത്. അവൾക്ക് പകരം എന്നെ പണിഷ് ചെയ്തോളാൻ. ഇതേ നേരം ഹീറോ ഒരു കാര്യം പറയും, ഇവരാരുമല്ല തെറ്റ് ചെയ്തത്, ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാനാണ് ജൂനിയർ പെൺകുട്ടിയോട് ആ കാര്യങ്ങൾ എടുക്കാൻ പറഞ്ഞതെന്ന്. എന്നാൽ ജൂനിയർ പെൺകുട്ടി കൈപൊക്കിയിട്ട് പറയും, ഇവർ രണ്ടുപേരും കള്ളം പറയാണ്. ഞാൻ എന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ബ്ലഡ് സാമ്പിൾ എടുത്തത്, അല്ലാതെ ഇവര് പറഞ്ഞിട്ടല്ല എന്ന്. വില്ലൻ ഇത് വിശ്വസിക്കുന്നില്ല. എന്നാലും വില്ലൻ പറയും, എന്നാ പിന്നെ നിന്റെ പണിഷ്മെന്റ് ഞാൻ തരുന്നില്ല, നിന്റെ പണിഷ്മെന്റ് ഹീറോ തരട്ടെ. ഹീറോ അറിയാതെയല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നാ പിന്നെ ഹീറോ പണിഷ്മെന്റ് ചെയ്യട്ടെന്ന് ഹീറോനോട് പറയും. കാരണം ഹീറോന്റെ ജൂനിയർ ആണ് ഈ പെൺകുട്ടി. ഹീറോന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് ഈ പെൺകുട്ടി. മീറ്റിംഗ് കഴിഞ്ഞ് ഹീറോ അവളുടെ കൈയും വലിച്ച് ഒരു റൂമിലോട്ട് വരും. കൂടെ തന്നെ ഹീറോയിനുണ്ട്. അവളെ ഒരുപാട് ചീത്ത പറയും. നിന്നോട് ഞാൻ കഴിഞ്ഞ രാത്രി എന്താണ് പറഞ്ഞത്? നീയായിട്ട് തന്നെ നിൽക്കാനല്ലേ, ആർക്കു വേണ്ടി ഓരോ ജോലി ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ നല്ലൊരു ഡോക്ടറാണ്, നിന്റെ രീതിയിൽ നിൽക്കാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് പോയെന്ന് ചോദിച്ചിട്ട് അവൾ ഒരുപാട് വഴക്ക് പറയും. ഇതിന്റെ ഇടയിൽ ഹീറോയിൻ ഇടപെട്ടിട്ട് പറയും, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാനും മാനേജറും കൂടാണ് ബ്ലഡ് സാമ്പിൾ എടുക്കാനായിട്ട് പറഞ്ഞത്. അത് അവൾ അനുസരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അറിയണമായിരുന്നു ആ ലാബിൽ എന്താണ് നടക്കുന്നതെന്ന്, അതുകൊണ്ടാണ് ആ ബ്ലഡ് സാമ്പിൾ എടുത്തതെന്ന്. ഇത് കേൾക്കുമ്പോൾ ഹീറോ തണുക്കും. അതുപോലെ കൂട്ടുകാരിയോട്, ജൂനിയർ പെൺകുട്ടിയോട് പുറത്തു പോകാൻ പറയും. പിന്നീട് ഹീറോ പുറത്തോട്ട് ഇറങ്ങി വരും. അവൻ ആകെ തളർന്നിട്ടാണ് ഇറങ്ങി വരുന്നത്. നല്ല വിഷമാവുന്നുണ്ട്. അവനറിയാതെയല്ലേ ഇവരോരോ കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ മോശമായിട്ടൊന്നും ചെയ്തില്ലല്ലോ. ഹീറോ പുറത്തിറങ്ങി വരുമ്പോൾ എന്താ കാണുന്നത്? ആ പെൺകുട്ടി സ്റ്റെപ്പിലിരുന്ന് കരയുന്നതാണ്. അവൾക്ക് ഒരുപാട് വിഷമായി ഹീറോ വഴക്ക് പറഞ്ഞതുകൊണ്ട്. ഹീറോന് അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ലേ, അതുകൊണ്ടായിരിക്കാം. കട്ട് ചെയ്താൽ നമ്മൾ ഒരു കാര്യം കാണിക്കുകയാണ്. വില്ലന് ഒരാൾ കാണാനായിട്ട് വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, ജൂനിയർ പെൺകുട്ടി തന്നെയാണ്. ഈ ജൂനിയർ പെൺകുട്ടി വില്ലന്റെ ആളാണ്. ടിസ്റ്റ് പൊളിഞ്ഞില്ലേ? ജൂനിയർ പെൺകുട്ടി ഹീറോനെ സ്നേഹിക്കുന്നത് കണക്ക് അഭിനയിച്ചാണ്, അല്ലാതെ അവൾക്ക് അവനോട് ഒറിജിനലായിട്ട് സ്നേഹമൊന്നുമില്ല. വില്ലനാണ് ഹീറോന്റെ കൂടെ നിന്നിട്ട് അവന്റെ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ പറഞ്ഞത്. അവന്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി അവന്റെ കൂടെ നിന്നത്, അവനോട് സ്നേഹം കാണിച്ചത്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല. ആ സമയം നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഹീറോന്റെ മരുന്ന് അന്ന് മാറ്റിവെച്ചത് മറ്റാരുമല്ല, ഈ പെൺകുട്ടിയാണ്. വില്ലൻ പറഞ്ഞതനുസരിച്ച് ആ മരുന്ന് മാറ്റിവെച്ചത് ഈ പെൺകുട്ടിയാണ്. ഹീറോന്റെ ഡോറ് ബ്രേക്ക് ചെയ്തിട്ട് അകത്ത് കയറിയത്. അതുപോലെ അന്ന് ഹീറോനെ ഷൂട്ട് ചെയ്തത് മറ്റാരുമല്ല, അതും ഈ പെൺകുട്ടിയാണ്. നമ്മൾ കൂട്ടുകാരനെ സംശയിച്ചില്ലേ, എന്നാൽ കൂട്ടുകാരനല്ല, ഈ പെൺകുട്ടിയാണ്. അതുപോലെ തന്നെ പണ്ട് വില്ലന്റെ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിന്റെ മണ്ടേന്ന് ചാടി മരിച്ചില്ലായിരുന്നോ, ആ പെൺകുട്ടി മറ്റാരുമല്ല, ആ പെൺകുട്ടിയാണ് ഈ ജൂനിയർ പെൺകുട്ടി. അന്ന് ഹോസ്പിറ്റലിന്റെ മണ്ടേന്ന് ചാടിയിട്ട് മരിച്ചു പോയിട്ടില്ല, കോമ സ്റ്റേജിലായി പോയി മരിക്കുന്ന അവസ്ഥയിലായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടി ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട് വില്ലന് സഹിച്ചില്ല. വില്ലൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? അന്ന് അവൻ വാമ്പയർ ആണ്. അവന്റെ കൈ മുറിച്ചിട്ട് കുറച്ച് രക്തം ആ പെൺകുട്ടിയുടെ വായിലോട്ട് ഉറ്റിക്കൊടുത്തു. അങ്ങനെ ആ രക്തം ഉള്ളിൽ പോയിട്ട് ഈ പെൺകുട്ടി വാമ്പയർ ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി വാമ്പയർ ആണ്. ഒരുപാട് നാൾ ഈ പെൺകുട്ടിക്കും ജീവിക്കാൻ പറ്റും. വില്ലന് വേണ്ടിയിട്ടാണ്, വില്ലനോടുള്ള നന്ദി കാരണമാണ് ഈ പെൺകുട്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്, അല്ലാതെ ഹീറോനെ ഇഷ്ടം കൊണ്ടൊന്നല്ല. ഹീറോനോടുള്ള സ്നേഹം വെറും അഭിനയം മാത്രമാണ്. ഈ നേരം ഹീറോയിനെ കാണിക്കുമ്പോൾ അവള് ജോലിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. കാർ പാർക്ക് ചെയ്ത് പുറത്തോട്ടിറങ്ങി നേരെ ലിഫ്റ്റിൽ വരും. ലിഫ്റ്റ് വന്ന് തുറക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന വാമ്പയർ ഇല്ലേ, വില്ലനെ സഹായിച്ച ഒരു ഡോക്ടറില്ലേ, ആ ഡോക്ടറിനെ കൊന്ന വാമ്പയർ പുറത്തോട്ടിറങ്ങി വരും. ഹീറോയിൻ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. ഇപ്പൊ ഹീറോയിനെ ഉപദ്രവിക്കുമെന്ന് നോക്കിയാൽ ഇല്ല, അവൻ ഹീറോയിനെ ഉപദ്രവിക്കാതെ അവിടെ നിന്ന് പോവാണ്. ഹീറോയിൻ ഒരുപാട് പേടിച്ചുപോയി. അവൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവള് ലിഫ്റ്റിൽ കയറിയിട്ട് പെട്ടെന്ന് അവളുടെ റൂമിൽ ചെല്ലും. എന്നാൽ അവളുടെ റൂമിൽ ചെല്ലുമ്പോൾ അവൾക്ക് പേടിയാവാണ്. കാരണം റേഡിയോ ഓൺ ആയിട്ടുണ്ട്, ആരൊക്കെ പാട്ട് പാടുന്നത് പോലെ. ഹീറോയിൻ ആകെ പേടിച്ചിട്ട് അവിടുത്തെ റേഡിയോ ചെന്ന് ഓണാക്കും. അവിടെ ആരോ ഉള്ളത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു വിളി കേൾക്കും. ഹീറോയിൻ ഞെട്ടിത്തെറിച്ച് നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ഹീറോയിന്റെ കൂട്ടുകാരിയാണ്. ഹീറോയിൻ ആകെ പേടിച്ചു പോയി. അവള് കൂട്ടുകാരിനെ ചീത്ത പറയും. കൂട്ടുകാരിയാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഹീറോയിനെ കാണാനായിട്ട് ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയി റേഡിയോയിലെ പാട്ട് കേട്ടിട്ട്. ഇപ്പൊ ഹീറോയിൻ വന്നപ്പോഴാണ് അവൾ എണീറ്റത്. ഇതിന് ശേഷമാണ് ഹീറോയിൻ പോയി ലൈറ്റ് ഇടുന്നത്. അല്ലെങ്കിൽ ആദ്യമേ ലൈറ്റ് ഇട്ടിട്ട് നോക്കണ്ടേ. ലൈറ്റ് ഇട്ട സമയത്ത് അവൾ കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു വാമ്പയറിന്റെ ടോയ്
താഴെ കിടക്കുന്നത് കാണും. ഹീറോനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ആ വാമ്പയറിന്റെ ടോയ് വാങ്ങിച്ചു വെച്ചേക്കുന്നത്. കൂട്ടുകാരിയോട് ചോദിക്കും നീ എന്തിനാ ആ ടോയ് തറയിലെ തള്ളിയിട്ടെന്ന്. എന്നാൽ കൂട്ടുകാരി തറയെ തള്ളിയിട്ടിട്ടില്ല. അതുപോലെ തന്നെ കൂട്ടുകാരിക്ക് ഒരു ഡൗട്ട്, ഹീറോയിൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ആരോ ഒരാൾ വീട്ടിൽ കയറിയ പോലെ കൂട്ടുകാരിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹീറോയിൻ അല്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് ഡൗട്ട് ആവും. കൂട്ടുകാരിക്ക് വലിയ ഡൗട്ട് ഇല്ലെങ്കിലും ഹീറോയിന് ഡൗട്ട് ആവുന്നുണ്ട്. ആരോ റൂമിൽ കയറിയതുപോലെ ഈ പാവ തള്ളിയിട്ടത് ആരാണെന്ന് ഹീറോയിന് ഡൗട്ട് ഉണ്ട്. കാരണം കൂട്ടുകാരി തള്ളിയിട്ടിട്ടില്ല. കട്ട് ചെയ്താൽ ഹീറോയിൻ കൂട്ടുകാരനും കൂടെ ആ ജേണൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർക്ക് മനസ്സിലായി, അതായത് താടിക്കാരന്റെ അച്ഛനാണ് ആ ശവക്കലർ പോയി തോണ്ടിയിട്ട് അതിൽ നിന്ന് സാമ്പിൾ എടുത്തോണ്ട് പോയിട്ട് ഈ വൈറസിനെ ജനിപ്പിച്ചത്, അതിനെ കൾട്ടിവേറ്റ് ചെയ്തത്, എന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയത്. കുറച്ച് ആൾക്കാരിലോട്ടേ സ്പ്രെഡ് ആയിട്ടുള്ളൂ. എന്തായാലും ആ വൈറസിന്റെ ഫാദർ മറ്റാരുമല്ല, താടിക്കാരന്റെ അച്ഛനാണ്. ഇത് ഇവർക്ക് മനസ്സിലായി. ഇത്രയും നാള് അവർ ഈ സത്യമാണ് അന്വേഷിച്ച് നടന്നത്. അതിൽ അവർക്ക് ഒരു പേടിയുണ്ട്, ഇനിയിപ്പോ ഈ വൈറസ് വ്യാപിക്കുമെന്ന്. ഇതേ നേരം നമ്മുടെ വില്ലൻ ആണെങ്കിൽ താടിക്കാരൻ എക്സ്പെരിമെന്റ് ചെയ്യുന്ന താടിക്കാരന്റെ കമ്പ്യൂട്ടറിലുള്ള കുറച്ച് ഫോട്ടോയൊക്കെ അയാൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. താടിക്കാരന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്തതാണ്. ഇയാൾക്ക് അതിൽ ആക്സസ് ഉണ്ട്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ അയാൾ കാണുന്നുണ്ട്. അതായത് ഈ താടിക്കാരന്റെ അച്ഛനാണ് പ്രൊഫസർ എന്ന് വില്ലന് മനസ്സിലാവുന്നുണ്ട്. താടിക്കാരന്റെ ഫാമിലി ഫോട്ടോ അതിനകത്ത് വെച്ചതുകൊണ്ടാണ് വില്ലന് മനസ്സിലായത്. വില്ലൻ ഉറപ്പിക്കുന്നുണ്ട് താടിക്കാരൻ പ്രൊഫസറിന്റെ മോനാണെന്ന്. ഈ നേരം ഹീറോ ആണെങ്കിൽ അവന്റെ വീട്ടിലിരുന്ന് ആലോചിക്കുന്നുണ്ട് കൂട്ടുകാരനെ കണ്ടു കഴിഞ്ഞിട്ടേ. വില്ലൻ പറഞ്ഞ കഥ യാതൊരു ബന്ധവും ഇല്ല. വില്ലൻ എന്തോ പറഞ്ഞത്, ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു അപ്പൂപ്പൻ ചുമച്ചു. ആ അപ്പൂപ്പന്റെ വായിൽ രക്തം ഉണ്ടായിരുന്നു. ആ രക്തം അവന്റെ വായിൽ പോയപ്പോ അവൻ വാമ്പയർ ആയെന്നല്ലേ. എന്നാൽ അത് ഹീറോയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഏത് അപ്പൂപ്പനാണ്? ഇനിയിപ്പോ താടിക്കാരന്റെ അച്ഛനാണോ? ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും ഇതൊക്കെ ചിന്തിച്ച് ഹീറോ അവിടെ ഇരിപ്പുണ്ട്. കട്ട് ചെയ്താൽ ജൂനിയർ പെൺകുട്ടീനെ കാണിക്കുകയാണ്. ജൂനിയർ പെൺകുട്ടി അവിടെ ജോലി എടുക്കുന്ന സമയത്ത് കൂടെ തന്നെ കളർ മുടിയുണ്ട്. എന്തായാലും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ജൂനിയർ പെൺകുട്ടി കളർ മുടീനെ മൈൻഡ് ചെയ്യാതെ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ കളർ മുടി പിന്നാലെ ചെല്ലും. എങ്ങനെയുണ്ട്, സുഖമല്ലേ, ഇവിടെ ആരുമില്ല, നമുക്ക് സംസാരിക്കാന്ന്. അതായത് ജൂനിയർ പെൺകുട്ടിക്കും കളർ മുടിക്കും ബന്ധമുണ്ട്. കളർ മുടിക്ക് അറിയാം ജൂനിയർ പെൺകുട്ടി ഇവരുടെ സൈഡാണെന്ന്. ജൂനിയർ പെൺകുട്ടിയെ വലിയ കാര്യത്തിലാണ് കളർ മുടി സംസാരിക്കുന്നത്. എന്നാൽ കളർ മുടിയെ ജൂനിയർ പെൺകുട്ടിക്ക് വലിയ കാര്യമല്ല. ജൂനിയർ പെൺകുട്ടിയോട് കളർ മുടി പറയും, നിന്നെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് കുശുമ്പ് തോന്നാറുണ്ട്. കാരണം ഡോക്ടർ എപ്പോഴും നിന്നെ പുകഴ്ത്തി പറയാറാണ് പതിവ്, അതുകൊണ്ടാണെന്ന്. ഇതേക്കുന്ന ജൂനിയർ പെൺകുട്ടി പറയും, വേണ്ടാത്ത കാര്യമൊന്നും ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിക്കേണ്ടെന്ന്. എന്നാൽ കളർ മുടി വീണ്ടും വീണ്ടും സംസാരിക്കും. ജൂനിയർ പെൺകുട്ടിക്ക് ദേഷ്യം വന്നിട്ട്, നീ എന്റെ കൂടെ വാ, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അവളെ മാറ്റി നിർത്തി അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കും. ഇനി നീ ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് സംസാരിച്ചാൽ നിന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് കളർ മുടിനെ മിരട്ടും. കളർ മുടി ആകെ പേടിച്ചു പോയി. കാരണം കളർ മുടി സാധാരണ ഒരു മനുഷ്യനാണ്, എന്നാൽ ജൂനിയർ പെൺകുട്ടി വാമ്പയർ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശക്തിയുണ്ട്. പക്ഷെ ഹീറോന്റെ അത്ര ശക്തിയൊന്നുമില്ല. ഹീറോ ജനിച്ചപ്പോഴേ വാമ്പയർ ആണ്. ഇവരൊക്കെ അല്ലാതെ ശക്തി കിട്ടിയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഹീറോയാണ് എപ്പോഴും പവർഫുൾ. പിറ്റേ ദിവസം ഹീറോ ഹോസ്പിറ്റലിൽ വന്നിട്ട് താടിക്കാരനെ വന്ന് കാണും. താടിക്കാരനോട് പറയും, ഇവിടെ വെച്ച് റിസർച്ച് ചെയ്യേണ്ട, കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ പുറത്തു പോകാന്ന്. ഈ റിസർച്ചിനെ പറ്റി ആൾക്കാർ മനസ്സിലാക്കിയാലോ, ഹോസ്പിറ്റലിൽ വെച്ച് റിസർച്ച് ചെയ്താൽ ഓരോ ആൾക്കാരും ഇതിനെപ്പറ്റി പരതി നടക്കാണ്. ആ സമയം വില്ലൻ അകത്തോട്ട് കയറി വരും. വില്ലൻ എന്തോ മുള്ളും മുനയെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. വില്ലൻ താടിക്കാരനോട് ചോദിക്കും, നിങ്ങളുടെ അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛന് സുഖമല്ലേ? ഞാൻ അച്ഛന്റെ വലിയ ഫാനാണെന്ന്. താടിക്കാരൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു താടിക്കാരന്റെ അച്ഛൻ ആരാണെന്ന്. ഇപ്പൊ വില്ലൻ ഇത് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നേക്കാണ്. നമുക്ക് എന്തായാലും നല്ല കൂട്ടുകാരായിട്ടിരിക്കാന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. വില്ലൻ ഉണ്ടല്ലോ, താടിക്കാരന് മനസ്സിലാവത്തില്ല താടിക്കാരന്റെ അച്ഛൻ ആരാണെന്ന് ഇയാൾ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന്. ഹീറോ കാര്യം പറഞ്ഞു കൊടുക്കും. താടിക്കാരൻ ഓരോ പ്രോജക്റ്റും ഇയാളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിടും. അപ്പൊ ആ കമ്പ്യൂട്ടർ വഴി ചോർന്നു പോയതാണ്. അതുകൊണ്ട് ഇനി മുതൽ ഒരു റിസർച്ചിനെ പറ്റിയും കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിടാൻ പാടില്ല എന്ന് താടിക്കാരനോട് പറയും. ഹീറോയ്ക്ക് കാര്യം മനസ്സിലായല്ലോ. ഹീറോ വിടില്ല. ഹീറോ പിന്നാലെ തന്നെ ഇറങ്ങി ചെല്ലും വില്ലനോട് ചോദിക്കും, നിങ്ങൾക്ക് നാണയില്ലേ ആൾക്കാരുടെ കമ്പ്യൂട്ടറിൽ നുഴഞ്ഞു കയറി നോക്കാനായിട്ട്? എന്നാൽ ഇയാൾക്ക് അതിന് അനുമതിയുണ്ട്. ഓരോ ആൾക്കാരുടെ കമ്പ്യൂട്ടറിൽ എന്താണെന്ന് നോക്കാനായിട്ട് ഇയാൾക്ക് അനുമതിയുണ്ട്. ഇയാൾ വേണം റിസർച്ചിനെയൊക്കെ പറ്റി നോക്കിയിട്ട് അതിന് അനുമതി കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് ഹീറോനോട് പറയും. പക്ഷെ ഹീറോന്റെ ഡൗട്ട് മാറിയിട്ടില്ല. ഹീറോ വില്ലനോട് ചോദിക്കും, നിങ്ങളും താടിക്കാരന്റെ അച്ഛനുമായിട്ട് ബന്ധമുണ്ടോ, നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന്. എന്നാൽ താടിക്കാരന്റെ അച്ഛനും വില്ലനുമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല എന്ന് വില്ലൻ കള്ളം പറയും. ഹീറോന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ താടിക്കാരന്റെ അച്ഛന്റെ വായിൽ നിന്നുള്ള ആ രക്തം കാരണമാണോ ഇനിയിപ്പം വില്ലൻ വാമ്പയർ ആയി മാറിയെന്നാണ്. എന്നാൽ അവര് തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല എന്ന് ഇയാൾ കള്ളം പറഞ്ഞില്ലേ. ഹീറോയ്ക്ക് ആകെ ഡൗട്ട് അടിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കട്ട് ചെയ്താൽ ഹീറോയിനും കണ്ണാടി വെച്ച ഡോക്ടറും കൂടെ വർക്ക് ചെയ്യുമ്പോൾ കണ്ണാടി വെച്ച ഡോക്ടർ അവിടെ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ വയറ്റിൽ പ്രസ് ചെയ്യാണ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ഈ പേഷ്യന്റ് മറ്റേ മരുന്ന് എടുക്കുന്നുണ്ട്. ഇവര് ടെസ്റ്റ് ചെയ്യുന്ന പേഷ്യന്റ് ആണ് അത്. ആ മരുന്ന് കുത്തിവെക്കുന്ന പേഷ്യന്റ് ആണ്. ഇയാൾ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ടിട്ട് കണ്ണാടി ഡോക്ടറിനെ തള്ളി മാറ്റും. ഇയാൾ തെറിച്ച് ദൂരോട്ട് വീഴുന്നുണ്ട്. ഡോക്ടർ വീണതിന് ശേഷമാണ് ഇയാൾക്ക് ബോധം വരുന്നത്. അയ്യോ, അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ കരയാൻ തുടങ്ങും. ഇയാൾ അറിയാതെ ചെയ്തതാണ്, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്. കാരണം വേറൊന്നുമല്ല, ആ മരുന്ന് കുത്തിവെക്കുന്നത് കൊണ്ടാണ്. ഹീറോയിനും കണ്ണാടി ഡോക്ടറിനും കാര്യം മനസ്സിലാവുന്നില്ല. ഇതേ നേരം ഹോസ്പിറ്റലിന്റെ പുറത്ത് മാനേജർ ജൂനിയർ പെൺകുട്ടീനെ പുറത്തോട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവളോട് ക്ഷമ
പറയും. കാരണം മറ്റേ ആൾക്കാര് ഈ പെൺകുട്ടീനെ പിടിച്ചല്ലോ ബ്ലഡ് എടുത്തോണ്ട് വന്നപ്പോ, പക്ഷെ ഇവള് മനഃപൂർവ്വം പിടിക്കപ്പെട്ടതാണ്. വില്ലന്റെ കൂടെ ചേർന്നിട്ട് ഇവളാണ് വില്ലനോട് കാര്യം പറഞ്ഞത്. എന്നാൽ ഇതൊന്നും അറിയാതെ മാനേജർ എന്ത് സഹായം വേണമെങ്കിലും മാനേജറിനോട് ചോദിച്ചോളാൻ പറയും. ഈ പെൺകുട്ടിക്ക് എന്ത് സഹായം വേണേലും. കട്ട് ചെയ്താൽ ഹീറോയിൻ അമ്മയെ പോലെ കാണുന്ന നേഴ്സിനെയാണ് കാണിക്കുന്നത്. നേഴ്സിന് അറിയാം അവര് മരിച്ചു പോകുന്നുള്ള കാര്യം, അതുകൊണ്ട് തന്നെ അവിടെ കാത്തു കിടക്കാണ്. ആ സമയം അങ്ങോട്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ പെൺകുട്ടി വരും. ആ പെൺകുട്ടി വന്നിട്ട് നേഴ്സിന്റെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. ആ നേഴ്സുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ഈ നേഴ്സിന് ഒരുപാട് വിഷമമുണ്ട്. എന്താ വിഷമിച്ച് കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നേഴ്സ് കാര്യം പറയും. ഈ നേഴ്സ് കുറച്ച് കുട്ടികളെ നോക്കുന്നുണ്ടായിരുന്നു. ഈ നേഴ്സ് ഇല്ലാതെ വന്നാൽ ആ കുട്ടികൾക്ക് ആരുമില്ല. അതുകൊണ്ട് തന്നെ ആ വിഷമം ആ കുട്ടിയോട് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഹീറോ വിഷമിച്ച് പുറത്ത് നിൽപ്പുണ്ട്. ഹീറോയ്ക്ക് മനസ്സിലായി ഈ സിസ്റ്ററിന് നോക്കാനായിട്ട് ഒരുപാട് കുട്ടികളുണ്ട്. സിസ്റ്റർ മരണപ്പെട്ട ഒരുപാട് കുട്ടികൾ അനാഥരായി പോവെന്ന്. ആ കുട്ടികൾ ഓൾറെഡി അനാഥരാണ്. എന്നാൽ സിസ്റ്റർ ആ കുട്ടികൾക്ക് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ മരിച്ചു പോയാൽ ആ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകും. ഇതൊക്കെ ആലോചിച്ച് ഹീറോ പുറത്ത് നിൽപ്പുണ്ട്. ഇതേ നേരം കളറും മൂടി വില്ലനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം വില്ലന്റെ ബ്ലഡ് സാമ്പിൾ അവൾക്ക് എക്സ്പെരിമെന്റിനായിട്ട് വേണമെന്ന് പറയും. വേറൊന്നിനല്ല, അവൾക്ക് കുത്തിവെക്കാനായിരിക്കണം, അറിയാൻ പാടില്ല. എന്തായാലും അവൾക്ക് വേണമെന്ന് പറയുന്നുണ്ട്. എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ടാണ് വില്ലനോട് പറയുമ്പോൾ വില്ലൻ മടിച്ച് ബ്ലഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. വില്ലന് പേടിയുണ്ട് ഇവള് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഇത് ഉപയോഗിക്കുമെന്ന്. എന്തായാലും അവൾക്ക് ബ്ലഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കാണിച്ചുകൊണ്ടാണ് 13ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാ പിന്നെ അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.